ഹലോ. അപ്പൊ ഇന്നൊരു സൺഡേ വ്ലോഗാണ്. രാവിലെ തുണിയൊക്കെ കഴുകി വിരിച്ചോണ്ടിരിക്കുവാണേ. മോളിത് അതിന്റെ ഇടയ്ക്ക് വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട്. പെട്ടെന്ന് തുണിയൊക്കെ വിരിച്ചിട്ട് അടുത്ത ജോലി നോക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പൊ തുണിയൊക്കെ വിരിച്ചിട്ട് മോളെ കുളിപ്പിച്ച് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇതാ കുളിപ്പിച്ച് പാറുവിൻ്റെ കൂടെ ഒപ്പം റെഡിയായി ഇരിക്കുകയാണ്. ഞാൻ ക്യാമറയിലോട്ട് നോക്കിയൊരു ഹായ് പറയാവോ എന്ന് പറഞ്ഞതിൻ്റെ ആക്ഷനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ അടിക്കടിക്കെന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഇതാ മോള് പോയി പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. ഇന്നിപ്പോൾ എന്തായാലും ബിരിയാണി തന്നെ വെക്കാന്നുള്ള തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. അത് എത്തിയെങ്കിൽ ഏത് പാട്ട് പാടണമെന്നുള്ള ആലോചനയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ് കേട്ടോ. കുറേ പാട്ട് ലിസ്റ്റ് വരുമ്പോഴായിരിക്കും ഏതെങ്കിലും ഒരു പാട്ട് ഞാൻ കൺഫേം ചെയ്യുന്നു. ഇങ്ങനെ വായിൽ വരുന്ന പാട്ടൊക്കെ പാടുന്നുണ്ട്. പിച്ച് കറക്റ്റ് ആവുന്നുണ്ടോ, കയ്യിൽ നിന്ന് പോകുന്നുണ്ടോ, അതൊക്കെയാണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സീനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മോള് പോയി കഴിയുമ്പോൾ പിന്നെ കുറച്ച് നേരത്തേക്ക് ഫ്രീ ആണല്ലോ. ഫ്രീ അല്ല, ജോലിയുണ്ട്. അല്ല, ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് നേരം വെറുതെ ഇരിക്കും. പിന്നെ അത് കഴിഞ്ഞ് ബിരിയാണി വെക്കാനുള്ള ഇതിലാണ്. കുക്കർ അടുപ്പ് വെച്ചിട്ട് കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് പിന്നെ അതിലേക്ക് വേണ്ട മസാലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത്, സത്യം പറയല്ല. വാങ്ങിച്ച് തിന്നുന്നതല്ലാതെ എൻ്റെ പൊന്നു ശിവനെ ഇന്ന് വരെ ഞാനിത് വീട്ടിലുണ്ടാക്കിയിട്ടില്ല. ഇന്നൊരു പരിശ്രമത്തിനും ഒരു എക്സ്പെരിമെന്റിന് വേണ്ടി ഇറങ്ങി തിരിച്ചേക്കുക. പിന്നെ അരിയൊക്കെ കഴുകിയിട്ടിട്ടുണ്ട്. അരിയൊക്കെ കഴുകിയിട്ടിട്ട് അതിനനുസരിച്ചുള്ള വെള്ളവും കൂടെ ഞാൻ അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താവുമെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു തുടങ്ങിയപ്പോൾ. കാരണം കുളമായാൽ പിന്നെ ഇന്ന് എല്ലാവരും പട്ടിണി കിടക്കേണ്ടി വരും. അല്ല, നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കും, അത് വേറൊരു സത്യം. എന്നാലും അതല്ലല്ലോ. പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ കുക്കറൊക്കെ അടുപ്പ് വെച്ചത്. കാരണം ആദ്യമായിട്ട് നമ്മളൊരു സംഭവം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ടെൻഷനല്ലേ, എന്താവും എന്താവും എന്താവും. അങ്ങനത്തെ ഉപ്പൊക്കെ ഇട്ട് ഇളക്കി കൈ കിട്ടിയ എല്ലാം പെറുകിയിട്ടിട്ടുണ്ട് ഗൈസ്. വീട്ടിലുള്ളവരല്ലേ കഴിക്കുന്നുള്ളൂ, വെളിയിൽ നിന്ന് ആരും ഇല്ലല്ലോ. അഡ്ജസ്റ്റ് ചെയ്യാം. മസാലകളാണ് പൊങ്ങിക്കിടക്കുന്നത്. അങ്ങനെ കുക്കറൊക്കെ അടച്ചത് എണ്ണയിലും നെയ്യിലും മസാലയൊന്ന് വഴറ്റിയിട്ടാണ് കേട്ടോ അരി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതൊക്കെ അടച്ചു വെച്ചു. വിസിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് പോയി പാട്ട് പാടുന്ന സീനാണ്. ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പാടിയ പാട്ട്. പാട്ടിന്റെ പ്രാക്ടീസിന്റെ രംഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പാട്ടൊക്കെ പാടിക്കഴിഞ്ഞപ്പോൾ ക്ഷീണിച്ച് കുഴഞ്ഞു. അങ്ങനെ വന്ന് ഫ്രിഡ്ജ് തപ്പിയപ്പോൾ നമ്മുടെ മിൽക്കി മിസ്റ്റിന്റെ യോഗേർട്ട് കണ്ട്. പിന്നെ അത് കുറച്ച് സേവനമൊക്കെ കഴിഞ്ഞ് ബാക്കി പാറുവിനും കൃതിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ബിരിയാണിയൊക്കെ സെറ്റായി. അങ്ങനെ ഞങ്ങൾ ഉണ്ണാൻ റെഡിയാവുന്നതിന് മുന്നേ എന്റെയും പാറുവിന്റെയും ഫോട്ടോഷൂട്ടാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഈ ഡ്രസ്സ് ഇടുമ്പോൾ എന്നും വിചാരിക്കും ഇതുപോലെ ഫോട്ടോ എടുക്കണമെന്ന്. അതിന് മുന്നേ ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള ഷോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരിക്ക് വീഡിയോയിൽ വരാൻ ഭയങ്കര മടിയാട്ടോ. ഞാൻ നിർബന്ധിച്ച് കൊണ്ടുവന്ന് നിർത്തുന്നതാണ്. എന്നോട് പറഞ്ഞ അക്ക ഇത് ഇടല്ലേ, എനിക്ക് നാണം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് കുഴപ്പമില്ല, ഇത് ആദ്യത്തെ ഒരു നാണേ ഉള്ളൂ, പിന്നെ നമ്മളങ്ങ് സെറ്റ് ആവുമെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പോക്കറ്റ് ഉണ്ടെന്നാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചത്. പുള്ളിക്കാരിയുടെ പാൻസിന് പോക്കറ്റ് ഇല്ലെന്നാണ് ഇപ്പോൾ കാണിച്ചത്. എനിക്ക് മനസ്സിലായി കാണുമല്ലോ. അങ്ങനെ ഫോട്ടോഷൂട്ട്